ഒരു കോളേജിലെ ഭൂരിഭാഗം സ്റ്റുഡൻസിനും കിട്ടിയത് 3-4 ലക്ഷം രൂപയുടെ പാക്കേജ് ആണ്. എന്നിട്ടും എങ്ങനെയാണ് അതേ കോളേജ് ബ്രോഷേഴ്സിലും പോസ്റ്റേഴ്സിലും 14-15 ലക്ഷം രൂപ ആവറേജ് പ്ലേസ്മെന്റ് ആയി കൊടുക്കുന്നത്? ഇത് കള്ളമല്ല, ഇതൊരു ട്രിക്കാണ്. ഇത് എങ്ങനെയാണെന്ന് ഒരു സിമ്പിൾ എക്സാമ്പിളിലൂടെ നോക്കാം. ഒരു ബാച്ചിൽ 10 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നെന്ന് കരുതും. അപ്പോൾ അതിനകത്ത് 9 സ്റ്റുഡൻസിനും കിട്ടുന്നത് 3 ലക്ഷം രൂപയുടെ പാക്കേജ് ആണ്. പക്ഷെ അവസാനത്തെ ഒരു സ്റ്റുഡന്റിന് കിട്ടിയത് 50 ലക്ഷം രൂപയുടെ പാക്കേജ് ആണ്. അപ്പൊ ടോട്ടൽ വന്നിരിക്കുന്ന പൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 77 lakhs ആണ്. ഈ 77 lakhs 10 പേരിലേക്ക് ഡിവൈഡ് ആയി പോകുമ്പോൾ ആവറേജ് വരുന്നതോ 7.7 lakhs. അപ്പോൾ എന്തായി ആവറേജ് പാക്കേജ്? 7.7. പക്ഷെ ഭൂരിഭാഗം സ്റ്റുഡൻസിനും കിട്ടിയിരിക്കുന്നത് പകുതി പോകട്ടെ 3 ലക്ഷം അല്ലെങ്കിൽ വളരെ മിനിമം ആയിട്ടുള്ള പാക്കേജ് ആണ് കിട്ടിയത്. എന്നിട്ടും കോളേജ് കാണിക്കുന്നത് എന്താണ്? 7.7. അവിടെ കള്ളമല്ല, ജസ്റ്റ് നമ്മുടെ അശ്രദ്ധയാണ്. അപ്പൊ നമ്മൾ പ്ലേസ്മെന്റ് നോക്കുമ്പോൾ എന്താണ് നോക്കേണ്ടത്? അതിനൊരു സൊല്യൂഷൻ വേണ്ടേ? അപ്പോൾ ആവറേജ് പാക്കേജ് നോക്കുന്നതിലും പ്രൈമറി ഉണ്ടെങ്കിൽ നിങ്ങൾ മീഡിയൻ നോക്കുക, അല്ലെങ്കിൽ രണ്ടും കൂടി നോക്കുക. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻസൈറ്റ്സ് അവിടെ കിട്ടും. നിങ്ങളുടെ ഭാവിയാണ്. അപ്പോൾ ഇനി നോക്കുമ്പോൾ ശ്രദ്ധിക്കുക, മീഡിയനും ആവറേജും എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് എടുക്കുക. സോ വിസിറ്റ് അവർ സൈറ്റ് സൗത്ത് സൈഡ്.